കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാത്രി കറണ്ട് പോണ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം തുറന്നാലും ന്യൂസ് ചാനൽ തുറന്നാലും ഒക്കെ KCB ഓഫീസിലും മറ്റൊക്കെ ആയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരും മറ്റു പലരും വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കുന്നുണ്ട്. അറ്റ് ടൈമിലാണ് നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ആ കാഴ്ച? നമ്മളിപ്പോ നിൽക്കുന്ന ഒബ്രോമോളിന്റെ അടുത്താണ് നമ്മുടെ ഓഫീസ്. അതിന്റെ ഓപ്പോസിറ്റ് ഒരു വഴി ലൈറ്റ് തെളിഞ്ഞ് പ്രകാശിച്ച് നിൽക്കുകയാണ്. ഈ പകൽ സമയത്ത് ഈ ലൈറ്റ് പ്രകാശിക്കേണ്ട വല്ല കാര്യമുണ്ടോ? രാത്രി ഇവർ കറണ്ട് കളയുന്ന എന്തിന്റെ പേര്? ലോഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് കറണ്ട് കളയുന്നത്, ജനങ്ങളെ വലപ്പിക്കുന്നത്. നമുക്ക് ഉഷ്ണതരംഗമാണ്, രാത്രി നമുക്ക് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ കരുതി കൂട്ടി ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ഈ പകല് ഈ ഇത്രയും നേരമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു 11 മണി ആയപ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഒരു സമയത്ത് രാവിലെ മുതലേ ചിലപ്പോൾ രാത്രി മുതൽ ഈ ലൈറ്റ് പ്രകാശിച്ചുകൊണ്ടിരിക്കുവായിരിക്കും. അപ്പൊ ഇത്രയും ലോഡ് ഇത് വലിക്കണേന് ഇവിടെയുള്ളവർക്ക് കുഴപ്പമില്ല, അതൊന്നും ആരും കാണുന്നില്ലായിരിക്കും. എന്ത് വിരോധാഭാസമാണിത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ഒന്നാകെ പ്രതിഷേധിക്കുകയാണ്. കറണ്ട് ഇല്ല, കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്, പണ്ടൊക്കെ ജനലും വാതിലും തുറന്നിട്ട കൊതുക് കയറലായിരുന്നു, പക്ഷെ ഇപ്പൊ അല്ലെങ്കിൽ കള്ളന്മാര് കയറലായിരുന്നു. ഇപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഒരു വിശിഷ്ട അതിഥി കൂടി നമ്മുടെ വീടുകളിലേക്ക് വരും, വളരെ സൈലന്റ് ആയിട്ട്. അതെ, ഒരു കൊത്തുമ്പോ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഇവൻ ഇവിടെ ഉണ്ട് എന്നറിയത്തുള്ളൂ. പക്ഷെ ആ ഒരു അതിഥിയാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും ആന്റിബയോട്ടിക് കൊടുക്കണതും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇതെല്ലാം ഈ സർക്കാരിനും അറിയാം, KCB ഓഫീസർക്കും അറിയാം, നമ്മുടെ വൈദ്യുതി മന്ത്രിക്കും അറിയാം. പക്ഷെ എന്നിട്ടും ജനങ്ങളെ കരുതി കൂട്ടി അപമാനിക്കുകയും ദ്രോഹിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ലോഡ് കൂടുതലാണെന്ന് പറയുന്നവര് ഏപ്രിൽ 9 വരെ ഈ ലോഡ് കൂടുതലാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മൾ ഈ രാത്രി 11 മണിക്ക് പവർ കട്ട് 9 വരെ, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഡേ മുതൽ ഇലക്ഷൻ നമ്മൾ രേഖപ്പെടുത്തിയ ഡേ വരെ നമുക്ക് എന്തെങ്കിലും ഒരു പവർ കട്ട് ഈ സമയത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചയായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന് മുന്നേ കറണ്ട് പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാവിലെ ഒന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വരും, അങ്ങനെയായിരുന്നു. പക്ഷെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം നമ്മൾ ചൂടെടുത്ത് വലഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരു ദിവസം എത്ര നേരം കുളിക്കണേന്ന് അറിയില്ല. രാവിലെ എണീക്കുമ്പോൾ കുളിക്കും, ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ കുളിക്കും, വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് കുളിക്കും, രാത്രി കറണ്ട് കൂടി പോയി കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? പണ്ടൊക്കെ പാലക്കാട് ഒക്കെയാണ് ചൂട് കൂടുതൽ എന്നാണ് പറയുന്നത്. കോട്ടയം ആ ഒരു ദിശയിലൊക്കെയായിരുന്നു ചൂട് കൂടുതൽ എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയത്. പക്ഷെ പാലക്കാടും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരേപോലെ തന്നെ ഇപ്പൊ ചുട്ടുപൊള്ളുകയാണ്. അതേപോലെ തന്നെ ഒരേപോലെ തന്നെ രാത്രിയിലും ഉഷ്ണതരംഗമായിട്ട് കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളൊക്കെ കിടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ ഫാനും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾക്ക് ഡെയിലി കുളിക്കാനായിട്ടും അല്ലെങ്കിൽ 3 നേരം 4 നേരം കുളിക്കാനായിട്ട് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വെള്ളം ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വെള്ളം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പുഴയുടെ സൈഡിലേക്കൊക്കെ വന്ന് അവര് ഒരു ആശ്രയം ഇല്ലാതെ നടക്കുന്ന കുറെ ആൾക്കാർ, അവരുടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഒരു ആദിവാസി സമൂഹം. അതെ അതെ. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞ് നവംബർ 1 2025 ഉലക നായകനെ കമൽഹാസനെയും മഹാനടൻ കേരളത്തിലെ 2 മഹാനടന്മാരായ മമ്മൂക്കയെയും മോഹൻലാലിനെയും ഒരേപോലെ വിളിച്ചതാണ്. പക്ഷെ അതിൽ പങ്കെടുത്തത് നമ്മുടെ മമ്മൂക്ക മാത്രമാണ്. അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള കൊട്ടിഘോഷ ഒരു പരിപാടി നടത്തിയതാണ്. ആ ഒരു പരിപാടി നടത്തിയപ്പോൾ കേരളത്തിൽ ഇനി കൊട്ടിഘോഷിച്ച് നടത്തിയപ്പോൾ ഇനി ദാരിദ്ര്യരില്ല, നമ്മളൊക്കെ തുടച്ചു നീക്കി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തുടച്ചു നീക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പുഴയുടെ തീരത്ത്, മലപ്പുറത്ത് കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് ഒരു പറ്റം 24 കുടുംബങ്ങളാണ്, ആദിവാസി കുടുംബങ്ങളാണ് ആ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത്. അത് പാറക്കെട്ടില് ഷെഡ് കൊണ്ട് മറച്ചിട്ട് പോലും ഇല്ല, ഷെഡ് കൊണ്ട് യാതൊരു ഷെൽട്ടറും ഇല്ല, ശരിക്കും പറഞ്ഞ സുരക്ഷിതത്വം ഇല്ല, അങ്ങനെ താമസിക്കുന്നത്. അതും പോരാനിട്ട് ദീക്ഷില് ഒരു കുഞ്ഞ് മരിച്ചല്ലോ. ആ കുഞ്ഞ് മരിച്ചത് എങ്ങനെയാണെന്നറിയാം? ഷെഡ് കെട്ടിയ വീടായിരുന്നു. അതെ. അപ്പൊ ഈ അതിദാരിദ്ര്യരില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇവരെയൊന്നും കണ്ടില്ലേ? അവിടെ വന്നു കഴിഞ്ഞപ്പോ സ്കിപ്പായി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ അതിദാരിദ്ര്യരുടെ കൂട്ടത്തിൽ ഒരിക്കലും ആദിവാസികളെ പെടുത്തിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് ആദിവാസി സമൂഹം തന്നെയാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അനുവാദമുള്ളവരാണ് അവര്, അവകാശമുള്ളവരാണ് അവർ. പക്ഷെ അവരെല്ലാവരും കാണുന്നത് ഒരു ഗോത്രവർഗമായിട്ടാണ്. പോയി കഴിഞ്ഞാൽ ഇത് ആദിവാസിയല്ലേ എന്നുള്ള മട്ടിലാണ് ഇന്നത്തെ സമൂഹം അവരെ ചോദിക്കുന്നത്. പറയുമ്പോൾ ഒരു നോർമൽ ടോക്കിൽ നീ ആദിവാസിയാണോ എന്ന് അത്രയ്ക്കും രീതിയിൽ ഒരു വിരോധാഭാസമായിട്ട് ആ ഒരു പേരെടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ളവർ ഒരാളെ കളിയാക്കാനായിട്ട് ആ പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു അത്രമാത്രം ആ പദത്തെ വിരോധാഭാസമാക്കുന്നത് നമ്മളുടെ കാഴ്ചപ്പാട് തന്നെയല്ലേ? തീർച്ചയായും. അതായത് നമ്മളെപ്പോലെ
ഒരു സമൂഹമാണ്. അവർ കാട്ടിൽ ജീവിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള അവർക്ക് പല പദ്ധതികളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരിലേക്ക് ഡയറക്റ്റ് എത്തുന്നില്ല. കാരണം ഓരോ സംസ്ഥാന സർക്കാരും അത് കൊടുക്കുന്നുണ്ട്. അവര് അത് യഥാവിധം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല. അത് ആരുടെ കുഴപ്പമാണ്? ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. വിദ്യാഭ്യാസം അവിടെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, തൊഴിലില്ല. അതുകൊണ്ട് തന്നെയാണ് അവര് മധു നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മധു കട്ടത്. എന്നിട്ട് ആ ഒരു കള്ളം പിടിച്ചിട്ട് അവനെ വിചാരണ ചെയ്ത്, ആൾക്കൂട്ട വിചാരണ ചെയ്ത് കെട്ടിയിട്ട് തല്ലി കൊല്ലുക ചെയ്തേ ആരാ? പ്രബുദ്ധ മലയാളികള്. ഇന്ന് അതിനേക്കാൾ വലിയ കള്ളവും ചതിയും കാണിച്ചവര്, സ്വർണം തന്നെ കട്ടുകൊണ്ട് പോയവര്, പണം കട്ടുകൊണ്ട് പോയവര് എല്ലാരും ഇവിടെ തലപ്പത്തിരുന്ന് ഭരിക്കുന്നുണ്ട്. അവരെ ആരെങ്കിലും ആൾക്കൂട്ട വിചാരണ ചെയ്യാൻ ഇവർക്ക് സാധിക്കുമോ? ആരെങ്കിലും അതിന് മുതിരൂ? ഇല്ല. കാരണം എന്താ? അത് ആദിവാസിയല്ലേ, അവനെ കൊന്ന ആര് ചോദിക്കാനാണ് എന്നൊരു അതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടില് ആദിവാസി സമൂഹത്തെ ആരും പരിഗണിക്കുന്നില്ല. പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗം തന്നെയാണ്. താഴെത്തട്ടിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുന്നത് ചുറ്റും വലിയ ബിൽഡിങ് കെട്ടിപ്പൊക്കുന്നതല്ല. എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കണം. അതെന്താ ആകാത്തേന്ന് നോക്കി, എവിടെയാണ് കുഴപ്പം എന്ന് നോക്കി അത് പരിഹരിക്കണം. അല്ലാതെ കുറെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കുറെ ടൂറിസ്റ്റ് ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇത്തരത്തില് എത്തിപ്പെടാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ ഒന്ന് ഉത്തേജിപ്പിക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കെട്ടിടം പണിയാണെങ്കിൽ ആദ്യം തറക്കല്ലിട്ടത് സെറ്റാക്കിയിട്ടാണല്ലോ ബാക്കി നമ്മൾ മുകളിലേക്ക് പണിയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിന് എന്താണ് ഒരു ഉറപ്പ് നമുക്ക് പറയാനായിട്ടുള്ളത്? ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ ഒരു ഉറപ്പുമില്ല. കാരണം അടിത്തട്ട് തന്നെ ഇളകിയിരിക്കുകയാണ്, പലപ്പോഴും ഇളകിയിരിക്കുന്നത്. ഇപ്പോ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ബാക്കി സിറ്റിയിലുള്ള ആൾക്കാർ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ വിലയിരുത്തുന്നത്. കാടിന്റെ ഉൾവശങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ, അവിടെ അറിയാം ചിലപ്പോൾ വികസനം എന്താന്ന് പോലും കേൾക്കാത്ത, ആ വാക്കുപോലും അറിയാത്ത ഒരു സമൂഹം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ മധു എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി, ഒരു മനുഷ്യൻ, അതൊരു മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ കട്ടതിന്റെ പേരിൽ ആൾക്കൂട്ടം വിചാരണ നടത്തി കൊല്ലേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എന്താണ്, ആളുകളുടെയൊക്കെ ഒരു വിചാരമുണ്ട്, മോശം വസ്ത്രം ധരിച്ചു കടന്നതിനാൽ പാവപ്പെട്ടവനാന്നുള്ള ധാരണയുണ്ട്. എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ആൾക്കാർ ആദ്യമേ മാറ്റണം. കാരണം താഴെ തട്ടിലുള്ളവര് അവരുടെ ജീവിത നിലവാരം ആദിവാസികളെ അങ്ങനെ ആക്കിയത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളെപ്പോലെ ഈ സമൂഹത്തില് മാന്യമായ വസ്ത്രം ധരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും കുടുംബം പോറ്റാനും ഒക്കെ അവകാശം അവർക്കുണ്ട്. അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ആ ഫണ്ടൊന്നും യഥാവിധം അവരിലേക്ക് എത്തുന്നില്ല. പിന്നെ ആ ഫണ്ട് എവിടെ പോയിന്ന് ആരും അന്വേഷിക്കണമില്ല. 2025 പാലക്കാട് അട്ടപ്പാടിയിൽ 3,30,00,000 ഫണ്ട് അവർക്ക് അനുവദിച്ചിരുന്നു. 2,78,00,000 രൂപ SBI ബാങ്കിലും കാനറ ബാങ്കിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, നിഷ്ക്രിയമായി കിടക്കുന്നുണ്ട്, അതായത് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതേസമയം തന്നെ പാലക്കാട് ഒരുപാട് പട്ടിണി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഫണ്ട് അവരിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പട്ടിണി മരണം സംഭവിക്കുമായിരുന്നോ? ഇല്ല. പലപ്പോഴും അവരുടെ വീടുകൾ അരി വേകുന്നില്ല. അപ്പോൾ ഇതെല്ലാം അവർക്ക് ലഭിക്കേണ്ടതല്ലേ? അവിടുത്തെ കുട്ടികൾ ചികിത്സ ലഭിക്കാതെ മരിച്ചു പോകുന്നുണ്ട്, വസൂരികൾ വന്ന് മരിച്ചു പോകുന്നുണ്ട്. കാരണം ചികിത്സ ലഭിക്കാൻ. പിന്നെ ഒരു വാർത്ത, ഒരു ഗർഭിണിയായ ഒരു ആദിവാസി സ്ത്രീയെ ഡോക്ടറിന്റെ അടുത്ത് പ്രസവത്തിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ യഥാവിധം ചികിത്സിച്ചില്ല. അങ്ങനെ മരിച്ച സംഭവങ്ങൾ ഒരുപാട് ഈ നാട്ടിലുണ്ട്. പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടാണ്, പക്ഷേ വരുന്ന വാർത്തകളെല്ലാം ചെകുത്താനേക്കാൾ കടത്തി വിടുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ കറന്റിന്റെ പ്രശ്നം പോലെ തന്നെ നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ആദിവാസി സമൂഹത്തെ പരിപാലിക്കുക എന്ന് പറയുന്നത്. അവര് ഗോത്രമാണ്, അവർ കാടിനോട് ഇണങ്ങി ജീവിക്കുന്നാന്ന് വെച്ചിട്ട് അവർക്ക് വികസനമൊന്നും വേണമെന്നല്ലല്ലോ പറയേണ്ടത്. എന്തായാലും ഇനിയിപ്പോ കറണ്ട് കെട്ടിന്റെ കാര്യം ഇനി നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. റിസൾട്ട് വന്നിട്ട് വേണം ഇനി അങ്ങോട്ട് പവർ കട്ടാണോ പവർ ഓഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അതെ. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം അന്ന് എങ്ങനെ ആയിരിക്കുമെന്നും നമുക്ക് കാണണം. അതെ, ഈ കിടന്ന് പ്രതിഷേധിക്കുന്നവര് അന്ന് എന്തായാലും ഇനി അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ഭരണപക്ഷ പ്രതിപക്ഷമാവുമല്ലോ. അപ്പൊ അറിയാം ശരിക്കും എന്താണ് കളികളെന്നുള്ളത്. കാത്തിരുന്ന് കാണാം.